ഹായ്, നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് ലാബ് നമ്പർ 11 എലിപ്സ് ആൻഡ് ഹൈപ്പർബോള. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ലാബാണ്. ആൻഡ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൂടി ഉണ്ട്. എലിപ്സിൻ്റെയും ഹൈപ്പർബോളയുടെയും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. +1 നമ്മൾ തിയറി പാർട്ടായിട്ട് കോണിക് സെക്ഷനിൽ പഠിച്ച 2 സംഭവങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഞാനൊരു ഷേപ്പ് വെച്ച് ഏകദേശം നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം. എലിപ്സ് നമുക്ക് 2 രീതിയിലാണ് എലിപ്സ് ഉണ്ടാകാറുള്ളത്. നോക്ക്, എലിപ്സ് ഉണ്ട്, ഹൈപ്പർബോള ഉണ്ട്. ആദ്യം ഞാൻ എലിപ്സ് പറഞ്ഞിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ എലിപ്സിന്റെ പ്രത്യേകത, ഫോക്കസ് നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാം. ഫോക്കസ് എക്സ് ആക്സിലാണ് ഉണ്ടാവുക. ഫോക്കസ് നമ്മൾ മാർക്ക് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ സി വെച്ചിട്ടാണ് നമ്മൾ ഫോക്കസ് മാർക്ക് ചെയ്യുക. സിയും ആൻഡ് ഇവിടെ -സിയും കോർഡിനേറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഫോക്കസ് ചെയ്തൊക്കെ നമ്മൾ +or-AE0 എന്ന് കാണുന്നുണ്ടാവും. AE എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും ഒക്കെ സെയിം ആണ്. അപ്പോൾ ഫോക്കസ് നമ്മൾ എഴുതുക +or-C0 ആണ് ഈ എലിപ്സിൻ്റെത്. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ വരിക x²/a² + y²/b² = 1 ആണ്. ആൻഡ് ലാറ്റസ് റെക്ടം 2b²/a. മേജർ ആക്സിസിന്റെ ലെങ്ത് 2a ആണ്, മൈനർ ആക്സിസിന്റെ ലെങ്ത് 2b ആണ്. നമുക്കിവിടെ പ്രധാനമായിട്ടും വേണ്ട ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. മേജർ ആക്സിസിന്റെ ലെങ്ത് 2a ആണെങ്കിൽ സെമി മേജർ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ a ആയിരിക്കും. അതായത് ഇവിടെ മുതൽ ഈ സെന്റർ മുതൽ നിങ്ങളിതാ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ ഈ ലെങ്ത് ഉണ്ടല്ലോ, ഈ ലെങ്ത് ഈ ഗ്രീൻ ലെങ്ത് കണ്ടോ, ഈ ലെങ്ത്തിനെയാണ് നമ്മൾ എ എന്ന് പറയാം. അത് കറക്റ്റ് ഈ എലിപ്സിൽ ഇവിടെ തീരുട്ടോ. അപ്പൊ ഇവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ് എ ആയിരിക്കും. ഇത് സെന്റർ 0 0. അപ്പൊ ഇവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ് അത് -a ആയിരിക്കും. ആൻഡ് ഈ ആക്സിസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മേജർ ആക്സിസ്. മേജർ ആക്സിസിലാണ് ഫോക്കസ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റോ ഈ ആക്സിസോ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് മൈനർ ആക്സിസ്. അതായത് ഇവിടെ ബിയും ആൻഡ് അതേപോലെ തന്നെ ഇവിടെ -b ആണ് നമ്മൾ മാർക്ക് ചെയ്യുക. ആ കാര്യം അറിഞ്ഞിരിക്കുക. ആൻഡ് രണ്ടാമത്തെ എലിപ്സ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇക്വേഷൻ രണ്ടിലും, ഇക്വേഷനിൽ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു വ്യത്യാസം കാണാം. ഇവിടെ ഇങ്ങനെ പഠിക്കണ്ട, ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കാം. നിങ്ങൾ ഇവിടെ b² എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തോ, b²ഉം ഇവിടെ a² എന്ന് പറഞ്ഞും കൊടുത്തോ. ഓക്കെ, നമ്മൾ ഈ ഒരു കോമൺ കണ്ടീഷൻ വെച്ചിട്ടാണ് സാധാരണ രീതി പറയാറുള്ളത്. ഇത് ഇവിടെ ഇത് ശരിയാണ്, പക്ഷെ നിങ്ങൾ പഠിച്ചത് ഇങ്ങനെയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇത് മാറ്റി. x²/b² + y²/a² = 1. a ആയിരിക്കും എപ്പോഴും വലുത്. അപ്പോൾ a² ആയിരിക്കും b²-നേക്കാളും വലുതായിട്ടുണ്ടാവുക. a b-നേക്കാളും വലുതാണെങ്കിൽ a² b²-നേക്കാളും വലുതാണ്. a² x²-ന്റെ താഴെയാണെങ്കിൽ ഫോക്കസ് x ആക്സിസിലാണ്. ഇനിയിപ്പോൾ a² y²-ന്റെ താഴെയാണെങ്കിൽ ഫോക്കസ് y ആക്സിസിലാണ്. അപ്പോൾ y²-ന്റെ താഴെയാണ് ഇവിടെ a² കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫോക്കസ് y ആക്സിസിലാണ് ഉണ്ടാവുക ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് സിയും ആൻഡ് -സിയും. ഈ ഫോക്കസ് വരുന്ന ആക്സിസിന്റെ എൻഡ് പോയിന്റിനെയാണ് നമ്മൾ വെർട്ടെക്സ് എന്ന് പറയുക. അവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ് എയും ആൻഡ് ഇവിടെ അതേപോലെ തന്നെ -aയും. ആ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് മേജർ ആക്സിസ്. ആൻഡ് മേജർ ആക്സിസിന്റെ ഹാഫിനെ വിളിക്കുന്ന പേരാണ് സെമി മേജർ ആക്സിസ്. ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം തന്നിട്ടുണ്ട്. ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ ഫോക്കസിലൂടെ വരയ്ക്കുന്ന ഈ പെർപെൻഡിക്കുലർ ലെങ്ത് ഇല്ലേ, ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു പെർപെൻഡിക്കുലർ കോഡ്, ഇതിനാണ് ആക്ച്വലി ലാറ്റസ് റെക്ടം എന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാം ക്ലിയർ ആവും. റെഡി? അപ്പോൾ ഫോക്കസ് +or-C0 ഫോമിലാണെങ്കിൽ മേജർ ഫോക്കസ് x ആക്സിസിലാണ്, മേജർ ആക്സിസ് x ആക്സിസ് ആണ്. ഫോക്കസ് ഇതാ നോക്ക്, ഇവിടെ 0 +or-C എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. 0 +or-C ഫോമിലാണ് ഫോക്കസ് ഉള്ളതെങ്കിൽ മേജർ ആക്സിസ് y ആക്സിസ് ആണ്, ഫോക്കസ് ഉള്ളത് y ആക്സിസിലായിരിക്കും. അപ്പോൾ ഇക്വേഷൻ x²/b² + y²/a² = 1 വരും. അവിടെ എ വലുതായിരിക്കും, എവിടെയാണെങ്കിലും എ വലുതായിരിക്കും. ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ എലിപ്സിന്റെ ബേസിക് കോൺസെപ്റ്റുകൾ കിട്ടി. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത് എന്നുള്ളത്. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇവിടെ നോക്ക്, ഫോക്കസ് +or-3 അതേപോലെ തന്നെ പാസ് ചെയ്യുന്ന ഒരു പോയിന്റും തന്നിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെ എലിപ്സ് ഡ്രോ ചെയ്യുക? നിങ്ങൾക്ക് എലിപ്സ് ഡ്രോ ചെയ്യാനാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് എലിപ്സ് നിങ്ങൾക്ക് ഡ്രോ ചെയ്യണം. ഈ 5 കണ്ടീഷൻ വെച്ച് നമുക്ക് ചെയ്യാം. അടുത്തൊരു ആക്ടിവിറ്റി ഉണ്ട്, അതിലും പറയുന്ന കണ്ടീഷൻ ഞാൻ ഇതിൽ കോമൺ ആയിട്ട് അങ്ങ് പറയും. 3 രീതിയിലാണ് നമ്മൾ എലിപ്സ് ഡ്രോ ചെയ്യുക. ഇവിടെ ഫോക്കസ് +or-30 ആണ്, പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് 5 ആണ്. അപ്പോൾ 3 കാര്യങ്ങൾ തന്നു. 30 -30 ആണ് ഫോക്കസ്, പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് 5. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയൂ എലിപ്സ് ഡ്രോ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ജിയോജിബ്ര എടുക്കുന്നു. ജിയോജിബ്ര എടുത്തിട്ട് ജിയോജിബ്ര എടുത്തു. ഇവിടെ ഓൾറെഡി ഒരു ഇതുണ്ട്, അപ്പോൾ ഞാനിതൊന്ന് മാറ്റാം. ന്യൂ വിൻഡോ എടുക്കുന്നു. റെഡി? ന്യൂ വിൻഡോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു വിൻഡോ കിട്ടി. നമ്മൾ ഈ ഇൻപുട്ട് ബാർ വേണമെങ്കിൽ നമുക്ക് താഴെ നിങ്ങൾ ചിലപ്പോൾ അത് കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഇൻപുട്ട് ബാർ മുകളിലേക്ക് ആക്കുകയാണ്. അങ്ങനെയും ചെയ്യാട്ടോ. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി നമുക്കുണ്ട് ആക്ച്വലി. ഓപ്ഷനിൽ പോവുക, അഡ്വാൻസ്ഡിൽ പോവുക. അത് നിങ്ങൾ ചെയ്യണമെന്നില്ല, ഞാനത് ചെയ്യുന്നത് നിങ്ങൾ നോക്കണ്ട. ഓപ്ഷനിൽ അഡ്വാൻസ്ഡിൽ
മൂന്നാമത്തത് എടുത്തിട്ട് ഇൻപുട്ട് ബാർ ഷോ. ഇൻപുട്ട് ബാർ ഇപ്പോൾ താഴെ ആയിട്ടാണ് സെലക്റ്റഡ് ആയി കിടക്കുന്നത്. അപ്പം ഞാനത് മുകളിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി സൗകര്യം, അതുകൊണ്ടാണ് ഞാനത് മുകളിലോട്ടാക്കിയത്. ഓക്കെ, ഞാൻ കൺട്രോൾ എം അടിച്ച് ഇതിനെ സെൻറ്ററിലേക്കും കൊണ്ടുവന്നു. ഇനി ഇൻപുട്ട് ബാർ മുകളിലായതുകൊണ്ട് ഇനി ടൈപ്പ് ചെയ്യാൻ സുഖം. നിങ്ങൾ ചെയ്യേണ്ടത് 2 ഫോക്കസ് +or-30 പാസ് ചെയ്യുന്ന ഒരു 0.52 തന്നിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് എലിപ്സ് വരയ്ക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. പല രീതിയിൽ ഇത് ചെയ്യാം. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളിവിടെ എലിപ്സ് എന്ന് കമൻറ്റ് ചെയ്യാം. എലിപ്സ് എന്ന് കമൻറ്റ് ചെയ്യുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ എലിപ്സ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്ക് 3 ഓപ്ഷൻസാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും കിട്ടുക. അപ്പം നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യേണ്ടത് മൂന്നാമത്തതാണ്, ഫോക്കസ് പോയിന്റ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ എലിപ്സിൻ്റെ ഫോക്കസും രണ്ടാമത്തെ ഫോക്കസും എലിപ്സ് പാസ് ചെയ്യുന്ന ഒരു പോയിന്റും ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇത് വരയ്ക്കാം. സിമ്പിൾ. നമ്മൾ ചെയ്ത സമയത്ത് +or-30 ആണ് ഫോക്കസ് വന്നത്. അതുകൊണ്ട് ഞാൻ 2 ഫോക്കസ്, ഒന്ന് 30 ആൻഡ് രണ്ടാമത്തെ ഫോക്കസ് -30 കൊടുക്കുകയാണ്. 30 -30 കൊടുത്തു. ആൻഡ് എലിപ്സ് പാസ് ചെയ്യുന്ന 0.52 ആണെന്നാണ് തന്നത്. അപ്പോൾ 5,2 അതും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് എൻ്റർ അടിക്കുന്ന സമയത്ത് നമുക്ക് ഈ എലിപ്സ് കിട്ടും. ആൻഡ് ആ എലിപ്സിൻ്റെ ഇക്വേഷനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാ നോക്ക്, ഈ എലിപ്സിൻ്റെ ഇക്വേഷനും ഇവിടെ കാണാം റൈറ്റിൽ, ആൻഡ് എലിപ്സും കാണാം. സിമ്പിൾ അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ ആണ്, വെരി ഈസി ആൻഡ് ഓക്കെ ആണ്. ദെൻ ഇനി നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ അത് ചെയ്തു. രണ്ടാമത്തത് ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ വരയ്ക്കാം. ഫോസൈ 0 +or-4 തന്നത്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 10. എടാ, ഫോസൈ 0 +or-4 ആണെങ്കിൽ അത് y ആക്സിസിൽ ഫോക്കസ് വരുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് എലിപ്സ് ആയിരിക്കൂലേ? ഈ ഒരു ടൈപ്പ് എലിപ്സ് ആയിരിക്കൂലേ? തീർച്ചയായിട്ടും. ആൻഡ് മേജർ ആക്സിസിന്റെ ലെങ്ത് 2a ആണ് നിങ്ങൾക്ക് അവിടെ 10 തന്നത്. 2a 10 ആണെങ്കിൽ നിങ്ങളൊന്ന് പറ, എയുടെ വാല്യൂ എത്ര ആയിരിക്കും? എയുടെ വാല്യൂ 5 ആയിരിക്കും. എയുടെ വാല്യൂ 5 അതും പ്രശ്നമല്ല. എയുടെ വാല്യൂ 5 ആണെങ്കിൽ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യേണ്ട ഈ പോയിന്റ് എന്തായിരിക്കും എന്നറിയോ? മേജർ ആക്സിസിന്റെ എൻ പോയിന്റ് 0,5 ശരിയല്ലേ? എയുടെ വാല്യൂ 5 ആണെങ്കിൽ ഇവിടെ 0,5 ആൻഡ് ഇവിടെ മാർക്ക് ചെയ്യേണ്ട പോയിന്റ് 0-5 അതും നമുക്കറിയാം. ഇപ്പൊ ദാ നോക്ക്, ഞാൻ നേരത്തെ നിങ്ങൾക്ക് ചെയ്തു തന്ന അതേ കോൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും അല്ലാതെയും ചെയ്യാം. 2 മെത്തേഡിലും കാണിച്ചു തരാം. അപ്പൊ എ 5 അതായത് സെമി മേജർ ആക്സിസിന്റെ ലെങ്ത് 5 അല്ലെങ്കിൽ നിങ്ങൾ ഈ എ കിട്ടിയിട്ടുണ്ടെങ്കിൽ എലിപ്സിൽ ഒരു പോയിന്റ് ആണല്ലോ ആ വെർട്ടെക്സ് എന്ന് പറയുന്നത്, 0,5 കിട്ടി. അപ്പൊ ഇനി സിമ്പിളാ, ഫോക്കസ് 0,4 0-4 എലിപ്സിൽ ഒരു പോയിന്റ് 0,5. അതെങ്ങനെയാ കിട്ടിയത്? എ കിട്ടിയത് കൊണ്ട്, എ കിട്ടിയ വെർട്ടെക്സ് കിട്ടിയെന്ന് അതിന്റെ അർത്ഥം. ഇനി നിങ്ങൾക്ക് അത് 3 കാര്യങ്ങൾ വെച്ചിട്ട്, അതായത് ഇപ്പൊ ഞാൻ പോയിന്റും ഫോക്കസുകളും എടുത്തിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്, നേരത്തെ ചെയ്ത അതേ മെത്തേഡ്. അപ്പൊ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? 0 +or-4 0,5 അല്ലേ? അതാ ഞാൻ ഇത് ഹൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ അടുത്ത് വരയ്ക്കുന്നത് നോക്കിക്കോ. സെയിം നേരത്തെ എടുത്തിട്ടുള്ള അതേ സംഭവം തന്നെ നമുക്ക് എടുക്കാം. എലിപ്സ്, ഫോക്കസ് പോയിന്റ് ഞാൻ കൊടുക്കേണ്ടത് എന്താടാ? 0,4. ദ ഫസ്റ്റ് വൺ ഈസ് 0,4 ആൻഡ് രണ്ടാമത്തത് 0-4 0,-4 ആൻഡ് അടുത്തത് മൂന്നാമത്തത് എലിപ്സിലുള്ള ഒരു പോയിന്റ്. അപ്പൊ നമുക്ക് വെർട്ടെക്സ് കിട്ടിയിട്ടുണ്ട്. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ അത് എലിപ്സിലുള്ള പോയിന്റാ. അപ്പൊ എനിക്ക് വേണമെങ്കിൽ 0,5 എന്ന് പറഞ്ഞ് വെർട്ടെക്സും കൊടുത്തിട്ട് വരയ്ക്കാം. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇതിന്റെ കറക്റ്റ് നിങ്ങൾക്ക് ഈ വരച്ച ഈ ഒരു എലിപ്സ്, ഇക്വേഷൻ ഡി എന്ന് പറയുന്ന ഈ ഒരു എലിപ്സിന്റെ ഇക്വേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഫോക്കസ് 0,4 0-4 0,4 0-4 അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്കത് ഷോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഫോക്കസ് കാണണമെന്നുണ്ടെങ്കിൽ 0,4 അടിക്കുക. ആൻഡ് അതേപോലെ തന്നെ 0-4 നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോക്കസ് നിങ്ങൾക്ക് കാണാനും പറ്റും കേട്ടോ. വെർട്ടെക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ള 50. വെർട്ടെക്സും വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോ ചെയ്യാം, നിർബന്ധമല്ല. അപ്പോൾ എലിപ്സ് കിട്ടിയോ? കണ്ടല്ലോ, ഈസി അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഞാൻ പറഞ്ഞല്ലോ വേറൊരു രീതിയിലും ഇത് വരയ്ക്കാം എന്നുള്ളത്. അതെങ്ങനെയാണ് വേറൊരു രീതി? അത് പറഞ്ഞുതരാം. അപ്പം ഞാനിതാ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. റെഡി. ഇതൊക്കെ ഒഴിവാക്കി സേവ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ചോദിച്ചാൽ എന്താണോ അതിനനുസരിച്ച് ഉത്തരം ചെയ്താൽ. നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യനില്ലേ ഫോക്കസ് 0 +or-4 2a 5 ആണ്, 10 ആണെങ്കിൽ സെമി മേജർ ആക്സിസ് a 5 ആണെന്ന് പറയാലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ടൂൾ കൂടിയുണ്ട്. നിങ്ങൾ ഇവിടെ ഇൻപുട്ട് ബോക്സിൽ എലിപ്സ് എന്ന് അടിക്കുന്ന സമയത്ത് ഫോക്കസ് സെമി മേജർ ആക്സിസ് ലെങ്ത് എന്ന് പറയുന്ന ഒന്ന് കണ്ടോ. ഫോക്കസ് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള 0,4 അതേപോലെ തന്നെ 0-4 കൊടുത്തേ.
0 4ഉം 0 -4ഉം ഫോക്കസ് കൊടുക്കുക. 0 4ഉം 0 -4ഉം. ഇനി നിങ്ങൾ സെമി മേജർ ആക്സിസിന്റെ ലെങ്ത് കൊടുത്താൽ മതി. അത് 5 അത് 5 കൊടുത്താലും നിങ്ങൾക്ക് ആ എലിപ്സ് കിട്ടും. സെയിം ഇക്വേഷൻ, നേരത്തെ കിട്ടിയ അതേ എലിപ്സിന്റെ ഇക്വേഷൻ. അപ്പോൾ ആ രീതിയിലും നിങ്ങൾക്ക് വരയ്ക്കാം. രണ്ട് രീതി മനസ്സിലാക്കി വെച്ചോ. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ താഴെയുള്ള വേറെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഐഡിയ കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്ക്. ഫോസൈ +or-20 ആൻഡ് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഈസ് 5. മൈനർ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 5 മൈനർ ആക്സിസിന്റെ ലെങ്ത് 5 ആണെങ്കിൽ 2b ആണ് അവിടെ 5. ഓക്കെ, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 5 എന്ന് തന്നിട്ടുണ്ട്, 2b ആണ് 5. അപ്പൊ ബി എന്ന് പറയുന്നത് 5/2 ആയിരിക്കും. 5/2 എന്ന് പറഞ്ഞാൽ 2.5 അതായത് ബി എന്ന് പറയുന്നത് 2.5. ഇവിടെ ഫോക്കസ് എക്സ് ആക്സിസിലാണുള്ളത്. ഫോക്കസ് എക്സ് ആക്സിസിലാണെങ്കിൽ നിങ്ങളുടെ എലിപ്സ് വരിക ഇങ്ങനെയായിരിക്കും. എലിപ്സ് വരിക ഇങ്ങനെയാ, ഇതിൽ വലിയ സംശയമൊന്നുമില്ല. പക്ഷേ ഈ 2.5 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ മൈനർ ആക്സിന്റെ എൻഡ് പോയിന്റിലാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ അത് പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്ന സമയത്ത് 0,2.5 എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. കാരണം ഫോക്കസ് എക്സ് ആക്സിസിലാ. മൈനർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഇല്ലാത്ത ആക്സിസാ, അത് വൈ ആക്സിസാ. അതിന്റെ എൻഡ് പോയിന്റ് ആണ് ബി വെച്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ 0.25 ആണ് അവിടുത്തെ പോയിന്റ്. ഇനി അതെങ്ങനെയാ മാർക്ക് ചെയ്യുക? ഫോക്കസ് +or-20 അല്ലേ. മൈനർ ആക്സിസിന്റെ ലെങ്ത് 5 ആണെങ്കിൽ ബി 2.5ഉം. അപ്പൊ നമുക്ക് ബി വെച്ച് എൻഡ് പോയിന്റ് ആയിട്ട് എഴുതുന്ന മൈനർ ആക്സിസിന്റെ എൻഡ് പോയിന്റ്സ് 0 2.5ഉം 0 -2.5ഉം കിട്ടൂലേ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എലിപ്സ് വരയ്ക്കാം. എടാ ഈസി കാര്യം. ദാ നോക്ക്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫോക്കസ് +or-20 കേട്ടോ. ഫോക്കസ് +or-20. അപ്പൊ ഞാൻ ചെയ്യുകയാണേ, ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഫോക്കസ് +or-20, മൈനർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് 2.5 ആണ്. പക്ഷെ മൈനർ ആക്സിസ് ഉള്ളത് വൈയിലാണ്. അപ്പൊ അതിനനുസരിച്ച് വരയ്ക്കേണ്ടി വരും. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എലിപ്സ് എടുക്കാം. നമുക്ക് 3 ഫോക്കസ് പോയിന്റ് സെലക്ട് ചെയ്യാം. ആദ്യത്തത് 2 അല്ലേ, അപ്പൊ അതാ 2,0 കൊടുത്തു. രണ്ടാമത്തത് -2 അല്ലേ, അപ്പൊ അതാ -2,0 കൊടുത്തു. -2,0. മൂന്നാമത്തത് ഒരു പോയിന്റ് കൂടി വേണം. ആ പോയിന്റ് ആണ് ആക്ച്വലി 0,2.5. ഇത് നമ്മൾ ചെയ്തതിൽ ചെറിയൊരു പാളിച്ച പറ്റി. ഞാനിതൊന്നും മാറ്റട്ടെ, ഒന്നുകൂടി എഴുതാം. എലിപ്സ് ഫോക്കസ് പോയിന്റ് എടുത്തു. ഫോക്കസിൽ 20, അപ്പോൾ അതാ 2,0. ഓക്കെ, രണ്ടാമത്തെ ഫോക്കസ് -2,0. അപ്പോൾ അതാ നോക്ക് -2,0. -2,0. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 2.5 ആണ്. അപ്പോൾ ഇതാ 2.5. ഇപ്പൊ കറക്റ്റായി. ഇതാണ് നിങ്ങളുടെ ആ ഗിവൺ എലിപ്സ് എന്ന് പറയുന്നത്. ദ ഫോക്കസ് നിങ്ങൾക്ക് കാണാം. ഫോക്കസ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് 2,0ഉം -2,0ഉം. ഇവിടെയാണ് ഫോക്കസ് വരിക. മൈനർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് ഇതാ നോക്ക് 2.5ലാട്ടുള്ളത്. 0.25ലും 0,2.5ലും 0,-2.5ലും ആണ് ഉണ്ടാവുക. ഐഡിയ കിട്ടിയോ? ഈ ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ എലിപ്സ് ഈസി ആയിട്ട് ചെയ്യാം. ഇനി ഹൈപ്പർബോള ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. ആൻഡ് നോക്കാം നമുക്ക് അടുത്ത കേസിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, ഇനി ഇതാണ് എലിപ്സ്. x² / 16 + y² / 25 = 1. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഫോക്കസ് ഉണ്ടാവുക വൈ ആക്സിസിലാണ്. അതെങ്ങനെ ഫോക്കസ് വൈ ആക്സിലാന്ന് മനസ്സിലായത്? എടാ, ഫോക്കസ് വൈ ആക്സിലാന്ന് മനസ്സിലാകണമെങ്കിൽ വലുത് ആരുടെ താഴെയാണെന്ന് നോക്കിയാൽ മതി. y² താഴെ. ഇനി സിയും എയും ബിയും റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാം, c² = a² - b². ഇതൊക്കെ പഠിച്ചു വെച്ചോട്ടോ. ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആൻഡ് സി ഇൻ എലിപ്സ്? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, a² 25 അപ്പോൾ 25 - b² 16. 25 - 16 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9 കിട്ടും. അപ്പം 9 ആയിരിക്കും c². അതായത് സിയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുക +or-3. അതായത് 3 എടുത്താൽ മതി. ബേസിക്കലി 3 എടുക്കുക. അപ്പോൾ സി നിങ്ങൾക്ക് കിട്ടുക 3. അതായത് c² 9 ആയിരിക്കും, c 3. ബുദ്ധിമുട്ടില്ല. ഓക്കെ ആണേ, പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന വേറൊരു കാര്യം കൂടി, a² 25 അല്ലേ. a² 25 ആണെങ്കിൽ a = 5 അല്ലേ. സോറി, a² 25 ആണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ സെമി മേജർ ആക്സിസ് ആണ് എ എത്രയായിരിക്കും? 5. ഫോക്കസ് ഇവിടുത്തെ നമ്മൾ ആക്ച്വലി എങ്ങനെ എഴുതുക? എടാ,
3 ആണ് ഫോക്കസ് എങ്കിൽ C3 ആണെങ്കിൽ നിങ്ങൾ +or-3 എന്നാണോ എഴുതേണ്ടത്? അല്ല. അതെന്താ സാർ +or-3 എന്ന് എഴുതാത്തത്? എടാ അതാ ഞാൻ പറഞ്ഞത്, y² താഴെയാണ് വലുത്. അപ്പോൾ ഫോക്കസ് y ആക്സിസിലാണ്. അപ്പോൾ നിങ്ങൾ ഫോക്കസ് എഴുതേണ്ടത് 0 +or-3. ഇതാണ് ആക്ച്വലി എന്ത് വരിക, ഇവിടുത്തെ കേസിൽ ഫോക്കസ് വരിക. ആ ഡിഫറൻസ് മനസ്സിലാക്കുക. അപ്പോൾ ഫോക്കസ് കിട്ടിയോ? യെസ്, ഫോക്കസ് കിട്ടി. പിന്നെതാ സെമി മേജർ ആക്സിസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് എലിപ്സ് വരച്ചാൽ മതി. അപ്പോൾ ദാ നോക്കിക്കോ, നമ്മൾ എലിപ്സ് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എലിപ്സ് വരയ്ക്കുമ്പോൾ ഫോക്കസ് 0 +or-3 അല്ലേ? യെസ്. സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത് 5ഉം. അപ്പോൾ ഞാൻ ഇത് ഹൈഡ് ചെയ്തു. എന്നിട്ട് ഇതാ ഇൻപുട്ട് പോയിട്ട് ചുമ്മാ എലിപ്സ് എന്ന് കൊടുക്കുക. ഫോക്കസും സെമി മേജർ ആക്സിസ് ലെങ്ത്തും അത് മതി. ഫോക്കസ് ആദ്യത്തത് 0,3, രണ്ടാമത്തത് 0,-3 അല്ലേ? 0,-3. യെസ്. ആൻഡ് അടുത്തത് സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത് 5. അതാ നോക്ക്, അടിപൊളിയായിട്ടുള്ള ഒരു എലിപ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ എലിപ്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയല്ലേ? 25x² + 16y² = 400 എന്നല്ലേ? എടാ മക്കളെ, ഇതേ ഇക്വേഷൻ തന്നെയാണ് ഇത് കേട്ടോ. അത് നിങ്ങൾ ഇവിടെയുള്ള ഈ 400ന് ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അല്ല. ഇവിടെ 400 കൊണ്ട് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം ദിസ് ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ തന്നെ കിട്ടും. അതിൽ കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, അതും ശരിയാണ്, ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. യൂസിങ് എലിപ്സ് ടൂൾ ഡ്രോ ദ ഫോളോയിങ് എലിപ്സ് ആൻഡ് ഫൈൻഡ് ദ ലാറ്റസ് റെക്റ്റം ജിയോമെട്രിക്കലി. ഇതൊക്കെ നമ്മൾ വരച്ച ടൈപ്പ് തന്നെയാണ്. എന്നാലും ഞാൻ ഇത് വരച്ചിട്ട് ലാറ്റസ് റെക്റ്റം കാണാം. ഇത് ഞാൻ വരയ്ക്കുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഈ ടൈപ്പ് സാധനം ചെയ്തു. അതുകൊണ്ട് ഇത് ഞാൻ വരച്ചിട്ട് ലാറ്റസ് റെക്റ്റം കാണുന്നില്ല. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ലാബ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുക. ഡ്രോ ദ എലിപ്സ് വിത്ത് ഫോക്കസ്. ഫോക്കസ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്. മൈനർ ആക്സിസിൻ്റെ ലെങ്ത് തന്നാൽ 2b ആണ് തന്നിട്ടുണ്ടാവുക. 2b 6 ആണെങ്കിൽ b 3 ആയിരിക്കും. ഓക്കെ, ഇവിടെ ഫോക്കസ് എക്സ് ആക്സിസിലുള്ളത്. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് എവിടെയായിരിക്കും? y ആക്സിസിലാണ്. അപ്പോൾ 0,3യും 0-3 ആണ് മാർക്ക് ചെയ്യുക. അപ്പോൾ 0,3 എന്ന് പറയുന്ന എലിപ്സിൽ ഒരു പോയിന്റും ആൻഡ് അതേപോലെ തന്നെ ഫോക്കസും എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് വരയ്ക്കാം. വരയ്ക്കുന്ന കാര്യം ക്ലിയർ ആണ്. ഓക്കെ, ദെൻ അടുത്ത നോക്ക്. ഓൾസോ റൈറ്റ് ഇറ്റ്സ് ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ഇക്വേഷൻ നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങളുടെ ഓൾജിബ്ര വ്യൂവിൽ കിട്ടും. ലാറ്റസ് റെക്റ്റം വരയ്ക്കുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ചെയ്യാം. എടാ ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാറ്റസ് റെക്റ്റം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇത് ഒരു എലിപ്സ് ആണെങ്കിൽ റഫ് ഫിഗർ ആണ്, റഫ് ഫിഗർ മാത്രം. ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? LR, അതായത് ലാറ്റസ് റെക്റ്റം എന്ന് പറയുക. ആ ലെങ്ത് ഒക്കെ നമുക്ക് ഗ്രാഫിൽ കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ എലിപ്സ് ഒന്ന് വരയ്ക്കും. ഫോക്കസ് +or-40, പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് 5,2. ഇതൊന്ന് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 40യും അടുത്തത് 5,2 അല്ലേ? നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ടൈപ്പ് വേറെ. ഓക്കെ, 40യും 5,2 തുടങ്ങാം നമുക്ക്. ഇതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇതൊക്കെ സേവ് ചെയ്യണേ. അപ്പോൾ ഇതാ നോക്ക്, എലിപ്സ് എടുക്കുന്നു. എലിപ്സ് ഫോക്കസ് പോയിന്റ് അല്ലേ ഉള്ളത്? അപ്പോൾ ഫോക്കസ് പോയിന്റ്. അപ്പോൾ ഫോക്കസ് 40 ആണ്. അപ്പോൾ ഇതാ 4,0യും അതേപോലെ തന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ, -4,0 അല്ലേ? അപ്പോൾ 40, -4,0. ഓക്കെ, പാസ് ചെയ്യുന്ന പോയിന്റ് തന്നത് 5,2 ആയിരുന്നു എന്നാണ് തോന്നുന്നത്. ശരിയാണെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. 5,2 ആയിരുന്നു. യെസ്, പാസ് ചെയ്യുന്ന പോയിന്റ് 5,2 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി നോക്കും, നിങ്ങളെ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? +or-40 അല്ലേ ഫോക്കസ്? ഫോക്കസിലൂടെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ ലാറ്റസ് റെക്റ്റം? നിങ്ങൾ ആദ്യം ആ ഫോക്കസുകൾ ഒന്ന് ഷോ ചെയ്യുക. അപ്പോൾ ഫോക്കസുകൾ ഷോ ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഇവിടെ 40 ഒന്ന് കൊടുക്കുക. 40 അല്ലേ, ഒന്ന് കൊടുത്താൽ മതി. 2 കൊടുക്കുകയാണെങ്കിലും തെറ്റില്ല. ഒന്ന് മതി ബേസിക്കലി നമുക്ക് ലാറ്റസ് റെക്റ്റം വരയ്ക്കാനേ. 2ലും വരയ്ക്കുന്നത് ഏകദേശം ആ ഒരു സെയിം സാധനം തന്നെ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ആർക്ക് പെർപെൻഡിക്കുലർ? ഫോക്കസ് ഉള്ളത് എക്സ് ആക്സിസിലല്ലേ? അപ്പോൾ എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ എടുക്കുക. പെർപെൻഡിക്കുലർ ലൈൻ സെലക്ട് ചെയ്യുക. ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത് വേണ്ടത്? എയിലൂടെ. ആർക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വേണ്ടത്? എക്സ് ആക്സിസിന്. അപ്പോൾ ഇങ്ങനെ കിട്ടും. റെഡി? ഇനി ഇത് മൊത്തം ലാറ്റസ് റെക്റ്റം ആണോ? അല്ല. ഇതാ നിങ്ങളുടെ ഇതിനെ ടച്ച് ചെയ്യുന്നില്ലേ? ഈ ടച്ച് ചെയ്യുന്ന ഈ ഒരു ഈ പോയിന്റ് ഇല്ലേ, ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു കോഡ്. ആ കോഡ് ലെങ്ത് മാത്രമാണ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തത് ചെയ്യേണ്ടത് പോയോ? ഓക്കെ, അടുത്ത ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ
ഞാൻ ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് എന്താണ് എന്നുള്ളത് നോക്കും. അപ്പോൾ ഇൻ്റർസെക്റ്റ് എടുക്കുക, എലിപ്സ് ടച്ച് ചെയ്യുക, ഇതും ടച്ച് ചെയ്യുക. അപ്പോൾ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് സിയും ഡിയും നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഈ സി ഡി ആണ് ആക്ച്വലി ലാറ്റസ് റെക്ടം. ഇതിൻ്റെ ലെങ്ത് എങ്ങനെയാണ് കാണാം? നമുക്കത് ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫൈൻഡ് ചെയ്യാം. 2b²/a ആണ് ലാറ്റസ് റെക്ടം. വൈവേ ആയിട്ട് ചോദിച്ചേക്കാം. ഒരു എലിപ്സിന്റെ ലാറ്റസ് റെക്ടത്തിന്റെ ഇക്വേഷൻ എന്ത്? 2b²/a. അതാണ് നിങ്ങൾക്ക് ആദ്യം ഫിഗർ കാണിച്ചു തന്നത്. ആ ഫിഗറുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇനി നമുക്ക് ഈ സി ഡി മതി ആക്ച്വലി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ലൈൻ ടൂളിൽ തന്നെ പോയിട്ട് സെഗ്മെന്റ് എടുക്കുക. സെഗ്മെന്റ് എടുത്തിട്ട് സി മുതൽ ഡി വരെയുള്ള ആ ലെങ്ത് എടുക്കുക, സി ഡി. അപ്പോൾ സി ഡി നിങ്ങൾക്ക് കിട്ടും. സി ഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സി ഡി, അതായത് ജി, ഇത് മതി ആക്ച്വലി. അപ്പോൾ ഈ എഫ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാം. എഫ് ഹൈഡ് ചെയ്തു. അപ്പോൾ സി ഡി നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടി. സി ഡി, ആ സി ഡി ആണ് നിങ്ങളുടെ ഈ എലിപ്സിൻ്റെ ലാറ്റസ് റെക്ടം. എഫ് ഞാൻ ഹൈഡ് ചെയ്തതാണ്. നമ്മൾ ആദ്യം വരച്ച പെർപെൻഡിക്കുലർ ലൈൻ. നമുക്ക് സി മുതൽ ഡി വരെയുള്ളത് മതി. അപ്പോൾ സി മുതൽ ഡി വരെയുള്ള ഈ ലെങ്ത് ആണ് നിങ്ങളുടെ ഈ എലിപ്സിൻ്റെ ലാറ്റസ് റെക്ടം. ജിയോമെട്രിക്കലി അത് വരയ്ക്കുന്നത് കണ്ടോ? ആൻഡ് ആ ലെങ്ത് എത്രയാണ്? 5.87. അത് നിങ്ങൾ നിങ്ങളുടെ ആൻസറിൽ എഴുതിയാൽ മതി. സിമ്പിളാണ്, ഇതൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ എലിപ്സിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ 2 ആക്ടിവിറ്റി കൂടിയുണ്ട്. നമ്മൾ സെമി മേജർ ആക്സിസ് എടുത്ത് ചെയ്യുന്നത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടുന്ന് നമുക്ക് ഇതാ a² 25ഉം b² 9ഉം കിട്ടിയിട്ടുണ്ടെങ്കിൽ a 5 ആണെന്നും അതേപോലെ തന്നെ b 3 ആണെന്നും എഴുതാം. b = 3 ആണെന്നും എഴുതാം. ഇവ നമ്മുടെ റിലേഷൻ c² = a² - b² ചെയ്യുന്ന സമയത്ത് സിയുടെ വാല്യൂ നിങ്ങൾക്ക് 4 ആണെന്നും കിട്ടും. അപ്പോൾ c 4 ആണെങ്കിൽ നോക്ക്, x² താഴെയാണ് വലുതുള്ളത്. അപ്പോൾ ഫോക്കസ് എക്സ് ആക്സിസിൽ. അപ്പോൾ ± c0 ആണ് ഫോക്കസ്, അതായത് ± 40. c4 അല്ലേ? അപ്പോൾ ഫോക്കസ് കിട്ടി. പിന്നെ എയുടെ ലെങ്ത് 5ഉം കിട്ടിയിട്ടുണ്ടല്ലോ. എയുടെ ലെങ്ത് 5ഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫോക്കസ് സെമി മേജർ ആക്സിസ് ലെങ്ത് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് എലിപ്സ് വരയ്ക്കാം. അല്ലെങ്കിൽ a5 ആണെങ്കിൽ നിങ്ങൾ വെർട്ടെക്സുകൾ വരിക 50ഉം -50ഉം. അപ്പോൾ ± 40ഉം 50ഉം എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് വരയ്ക്കാം? എലിപ്സ് വരയ്ക്കാം. ബുദ്ധിമുട്ടില്ല. ഇതും അതേപോലെ തന്നെ കേട്ടോ, നമ്മൾ നേരത്തെ ചെയ്തതാണ്. നിങ്ങൾക്ക് ഇവിടെ 0 ± 5 എന്ന് പറഞ്ഞ ഫോക്കസുകൾ കിട്ടിയിട്ടുണ്ട്. പാസ് ചെയ്യുന്ന ഒരു പോയിന്റും ഉണ്ട്. ഇതൊക്കെ സെയിം സംഭവം തന്നെയാണ്. രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി ആയിട്ട് വേറൊരു കമാൻഡ് കൊടുത്തുകൊണ്ട് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ചെയ്തതായതുകൊണ്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അത്രയാണ് എലിപ്സിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി ഹൈപ്പർബോളയും സെയിമാണ്. ഇപ്പം പറഞ്ഞതുപോലെ തന്നെയാണ്. നിങ്ങൾ അവിടെയും ചെയ്യേണ്ട കാര്യം ഈ സംഭവങ്ങളൊന്ന് പഠിക്കുക. ഹൈപ്പർബോള 2 ടൈപ്പാണുള്ളത്. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേ. ഫോക്കസ് എക്സ് ആക്സിസിലാണെങ്കിൽ വരുന്നത് ഈ ഹൈപ്പർബോളയാണ്. ഫോക്കസ് എക്സ് ആക്സിലാണെങ്കിൽ x² / a² - y² / b² = 1 എന്ന് പറഞ്ഞ ഹൈപ്പർബോള. ഇവിടെ വലുത് a², ചെറുത് b², അങ്ങനെയൊന്നുമില്ല. പോസിറ്റീവായിട്ട് വരുന്നത് x² ആണെങ്കിൽ ഫോക്കസ് എക്സ് ആക്സിസിൽ. പോസിറ്റീവായിട്ട് വരുന്നത് നമുക്ക് y² ആണ് ആദ്യം വരുന്നത് പോസിറ്റീവായിട്ടെങ്കിൽ ഫോക്കസ് y ആക്സിസിൽ. ബാക്കിയുള്ളതൊക്കെ സെയിമാണ്. ഫോക്കസ് എക്സ് ആക്സിലാണെങ്കിൽ നമ്മളത് ഈ ± AEക്ക് പകരം AE എന്ന് പറഞ്ഞാൽ C തന്നെയാണ് കേട്ടോ. ± C0 എന്ന് പറഞ്ഞ് കൊടുക്കാം ഫോക്കസ്. ആൻഡ് ഇതും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇതും ഞാനൊന്ന് മാറ്റുന്നുണ്ട്. y² / a² എന്ന് തന്നെയാണ് നിങ്ങൾക്ക് നോർമലി എഴുതാൻ പറ്റുക. ഇത് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ y² / a² - x² / b² = 1. അതായത് ആദ്യം വരുന്നത് എന്തോ അതിൻ്റെ താഴെയുള്ളതാണ് a². അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതും എനിക്ക് ഇവിടുന്ന് മാറ്റാം. ഇത് ± C എന്ന് തന്നെ ആക്കാം. അപ്പോൾ 0 ± C കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ബാക്കിയുള്ളതൊക്കെ സെയിം. പക്ഷേ ഇവിടെ ഹൈപ്പർബോളയിൽ കേസിൽ പറയുന്ന സമയത്ത് നമ്മൾ മേജർ ആക്സിസ് എന്നല്ല പറയുക. ഹൈപ്പർബോളയിൽ അത് ട്രാൻസ്വേഴ്സ് ആക്സിസ് ആയിരിക്കും. പേര് നോട്ട് ചെയ്യുക, ട്രാൻസ്വേഴ്സ് ആക്സിസ്. മൈനർ ആക്സിസ് എന്നല്ല നമ്മൾ പറയുക. നമ്മൾ പകരം അതിന് കോൺജുഗേറ്റ് ആക്സിസ് എന്നാണ് ഹൈപ്പർബോളയുടെ കേസ് പറയട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. മേജർ ആക്സിസ് അല്ല, ട്രാൻസ്വേഴ്സ് ആക്സിസ് ആണ്. മൈനർ ആക്സിസ് അല്ല, കോൺജുഗേറ്റ് ആക്സിസ് ആണ്. ഈ ലെങ്ത്തുകൾ വരുന്നതൊക്കെ എങ്ങനെയാണ്? മേജർ ആക്സിസ് ആണ് എലിപ്സിലെങ്കിൽ ഹൈപ്പർബോള അല്ലാതെ ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ ലെങ്ത് വരുന്നത് 2a. കോൺജുഗേറ്റ് ആക്സിസിന്റെ ലെങ്ത് വരുന്നത് 2b. അത് രണ്ടെണ്ണത്തിലും സെയിമാ. ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ ലെങ്ത് 2a, കോൺജുഗേറ്റ് ആക്സിസിൻ്റെത് 2b കേട്ടോ. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ അതേപോലെ തന്നെ. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ഇക്വേഷൻ x² / a² - y² / b² = 1. ഇതിൻ്റെത് y² / a² - x² / b² = 1. ഓക്കെ, ആ ഒരു ഐഡിയ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ സിമ്പിളാണ്. ഫൈൻ, റെഡി. ഓക്കെ, ഇനി എങ്ങനെയാണ് ഹൈപ്പർബോള എലിപ്സ് വരച്ചതുപോലെ നമുക്ക് ഹൈപ്പർബോളയും വരയ്ക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പുതിയത് എടുക്കാം അല്ലേ. ഫയൽ ന്യൂ എടുത്തു.
ഇത് സേവ് ചെയ്യണ്ട, ഞാൻ ഡോൺ സേവ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളത് സേവ് ചെയ്യണം കേട്ടോ. സേവ് ഒക്കെ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഒന്ന് സെൻറ്ററിലേക്കാക്കി. ഓക്കെ, നമുക്ക് ഇനി എന്താ ചോദ്യം വേണ്ടത് അല്ലെങ്കിൽ എന്താ ചെയ്യാനുള്ളത് എന്ന് നോക്കാം. ഹൈപ്പർബോളയുടെ കേസിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. ഫോക്കസ് +or-3 φ2 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്തതുമായിട്ടുള്ള ഹൈപ്പർബോള വരയ്ക്കണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം φ2 പാസിംഗ് പോയിന്റ്, ഫോക്കസ് +or-3 നിങ്ങൾ ഹൈപ്പർബോള എന്ന് അടിക്കുകടാ. ഇൻപുട്ട് പോയിട്ട് ഹൈപ്പർബോള എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്ക് ഇങ്ങനെ കിട്ടും. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൽ നിങ്ങൾ മൂന്നാമത്തത് സെലക്ട് ചെയ്യുക, ഫോക്കസ് പോയിന്റ്. ഫോക്കസ് ഇവിടെ നിങ്ങളോട് പറഞ്ഞത് +or-3 അതേപോലെ തന്നെ +or-30 അപ്പോൾ 30 -30 കൊടുക്കണം. ഫോക്കസ് ആണ്, ഫോക്കസ് +or-30 അപ്പോൾ 30 -30. പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നിട്ടുള്ളത് φ2 അപ്പോൾ ഞാൻ 5,2 എന്ന് പറയുന്ന ഒരു പോയിന്റുമായിട്ട് എടുത്തു. ഓക്കെ, ഇതാണ് ഹൈപ്പർബോള. ഹൈപ്പർബോളയുടെ ഷേപ്പ് ഇങ്ങനെയല്ലേ വരിക? കിട്ടിയിട്ടുണ്ടല്ലോ, ബുദ്ധിമുട്ടില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹൈപ്പർബോള കൺസ്ട്രക്ട് ചെയ്യാം. റെഡി? അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് വരച്ചു. +or-30 φ2 റെഡി, ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഇവിടെ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റണം കേട്ടോ. ഈ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. ഡ്രോ ദ ഹൈപ്പർബോള എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഹൈപ്പർബോള ഇങ്ങനെ തന്നിട്ടുണ്ട്, ട്രാൻസ്വേഴ്സ് ആക്സിസ് ടു എ, ഡ്രോ ദ എലിപ്സ്. ഇവിടെ തന്ന ഹിന്റ് നോക്കണം, ഇൻപുട്ട് കമാൻഡ്. ഇവിടെ C0 -C0 A എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ ഹാഫ് ആണ്. എലിപ്സിലാണെങ്കിൽ A എന്ന് പറയുന്നത്, ഇവിടെ A എന്ന് പറയുന്നത് മേജർ ആക്സിസിന്റെ ഹാഫാ, സെമി മേജർ ആക്സിസ്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ വൈവ ചോദ്യങ്ങളൊക്കെ നല്ലതുപോലെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത്, കാരണം നിങ്ങൾ നല്ല വൃത്തിക്ക് തിയറി പഠിച്ചതാണ്. ഓക്കെ, അടുത്ത നോക്ക്. ഫോക്കസ് 0 +or-4 ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് 6, അതായത് 2A 6 നോക്ക്. 2A 6 ആണെങ്കിൽ A എത്രയായിരിക്കും? ഇതിൻ്റെ ഹാഫ് 3 അല്ലേ, അപ്പോൾ A3. നമുക്ക് ഈ ഹിന്റ് മതിയടാ. അതായത് A സെമി ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് വേണേൽ പറയാം. ആൻഡ് ഫോക്കസ് 0 +or-4 ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഹൈപ്പർബോള വരയ്ക്കാം. അപ്പോൾ A3യും ഫോക്കസ് 0 +or-4. അപ്പോൾ നിങ്ങൾ ഇത് ഹൈഡ് ചെയ്തോ. അടുത്ത നോക്ക്, ഹൈപ്പർബോള കൊടുക്കുക. നോക്ക്, സെമി മേജർ ആക്സിസ് തന്നെ കേട്ടോ ഇവിടെ ഉള്ളത്. അത് നമ്മളെ ട്രാൻസ്വേഴ്സ് ആക്സിസ് ആണ് എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചാൽ മതി. ഹൈപ്പർബോള ആകുമ്പോൾ നമ്മൾ ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്നാണ് പറയാം. ഓക്കെ, ദെൻ ഫോക്കസ് പറഞ്ഞത് 0 +or-4 അല്ലേ, അപ്പോൾ ഫോക്കസ് ഞാൻ ആദ്യം 0,4 എന്നും അതേപോലെ തന്നെ 0,-4 എന്നും കൊടുക്കുന്നു. 0,-4 എന്നും കൊടുക്കുന്നു. സെമി മേജർ ആക്സിസിന്റെ ലെങ്ത് 3 അല്ലേ കിട്ടിയത്. നമുക്ക് ഫോക്കസ് 0 +or-4 ആണെങ്കിൽ തന്നെ ഉറപ്പാ. ഫോക്കസ് 0 +or-4 ആണെങ്കിൽ തന്നെ ഒരു കാര്യം ഉറപ്പാ, ആ ഹൈപ്പർബോള എവിടെയാണ് ഉണ്ടാവുക, അതായത് ഫോക്കസ് എവിടെയാണ് ഉണ്ടാവുക? Y ആക്സിസില്ല. Y ആക്സിസ് ഫോക്കസ് തരുന്ന ഫോമില ഇതുള്ളത്. ഈസി. ഇനി അടുത്ത് നോക്കിക്കോ, അടുത്തത് ഫോക്കസ് +or-30 കോൺജുഗേറ്റ് ആക്സിസിന്റെ ലെങ്ത് 5 അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുക? ഇതൊന്ന് കറക്റ്റ് പറഞ്ഞേരേ. ഫോക്കസ് +or-30 ആണെങ്കിൽ നമുക്ക് ഫോക്കസ് +or-30 ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരിക. ഫോക്കസ് +or-30 ഇങ്ങനെ ആയിരിക്കും. ഫോക്കസ് എക്സ് ആക്സിൽ ആയതുകൊണ്ട് ഇങ്ങനെയാണ് ഹൈപ്പർബോള വരിക. കോൺജുഗേറ്റ് ആക്സിന്റെ ലെങ്ത് 5 അപ്പോൾ ഇവിടുന്ന് B5 ആണെങ്കിൽ 2B 5 ആണെങ്കിൽ 2B ആണ് 5 ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ B എന്താ? വാട്ട് ഈസ് B ഹിയർ? B എന്ന് പറഞ്ഞാൽ 2.5 ആയിരിക്കും. അപ്പോൾ എൻ്റെ ചോദ്യം അതല്ല. ഈ B നിങ്ങൾ മാർക്ക് ചെയ്യുക ഫോക്കസ് ഇല്ലാത്ത ആക്സിസിലാണ്, പക്ഷേ ഇത് ആ ഹൈപ്പർബോളയിൽ ഒരു പോയിന്റ് അല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് ചെയ്യുക? എടാ മക്കളെ, ഫോക്കസ് കിട്ടിയിട്ടുണ്ട്, C കിട്ടിയെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ C = നിങ്ങൾ ഹൈപ്പർബോളയുടെ കേസിൽ C² = A² + B² ആണെന്ന് പഠിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഇവിടുന്ന് ആ A കണ്ടെത്തിയാൽ മതി. A കണ്ടെത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. എങ്ങനെ? ഈ ഇക്വേഷനിൽ കൊടുത്തു നോക്കുക. C എന്ന് പറഞ്ഞാൽ 3, അപ്പോൾ 3² അല്ലെങ്കിൽ 3² - B 2.5 അല്ലേ, അപ്പോൾ 2.5ന്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു A² ആണ് നിങ്ങൾക്ക് കിട്ടുക. അതായത് 9 - 6.25 ആയിരിക്കും A². 9 - 6.25 ആയിരിക്കും നിങ്ങളുടെ A² വരിക. ഇവിടുന്ന് A കിട്ടിയല്ലോ. A കിട്ടിയാൽ പോരെ നിങ്ങൾക്ക്? സെമി മേജർ ആക്സിസ് സെമി ട്രാൻസ്വേഴ്സ് ആക്സിന്റെ ലെങ്ത് മതിയല്ലോ, A മതിയല്ലോ. നോക്ക് നിങ്ങൾ, ഇതിപ്പോൾ A² ആണ്.
അപ്പോൾ നമുക്ക് 2.75 ആണ് ആക്ച്വലി എന്ത് കിട്ടുക, നിങ്ങളുടെ എ കിട്ടുക അല്ലേ, സോറി എ സ്ക്വയർ കിട്ടുക. 9 - 6.25 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2.75 കിട്ടും. ദിസ് 2.75 ഈസ് എ സ്ക്വയർ. ഇതാണ് എ സ്ക്വയർ. എ സ്ക്വയർ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ടായിരിക്കും. റൂട്ട് 2.75. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇവിടെ വാല്യൂ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. SQRT 2.75 അടിച്ചു നോക്കും. ഇല്ല, SQRT ക്യാപിറ്റൽ കൊടുത്തിട്ടാ ആ ഒരു വാല്യൂ ഇവിടെ നിന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്റർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്നത് കൊണ്ട് പിന്നെ അത് വലിയ പ്രശ്നമൊന്നുമല്ല. SQRT 2.75 1.66 കിട്ടും. ഇതാണ് ഇപ്പോൾ ആക്ച്വലി നിങ്ങൾ എടുക്കേണ്ട എ എന്ന് പറയുന്നത്. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഇത് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളിത് എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ എ 1.66 കിട്ടി. കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ, ഞാൻ വെറുതെ ഇതിൽ അടിച്ചു നോക്കിയതും ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എ ഇവിടുന്ന് 1.66 കിട്ടി. അതായത് എ 1.66 എ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നമ്മളുടെ ഫോക്കസ് അറിയാം, ±30. കോൺജുഗേറ്റ് ആക്സിസ് തന്നിട്ടുണ്ട്, പക്ഷെ കോൺജുഗേറ്റ് ആക്സിസ് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം നമുക്ക് സെമി കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഹിന്റ് നമുക്ക് അങ്ങനെ ഇല്ല, ഒരു ഓപ്ഷൻ ഇല്ല നമുക്കത് വരയ്ക്കാൻ. പിന്നെ ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ പകുതി കിട്ടണം, അതിന് എ കിട്ടണം. സിയും ബിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കണക്ഷൻ റിലേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എ കണ്ടെത്താം. ഇനി എ കിട്ടിയിട്ടുണ്ടെങ്കിൽ എ 1.66 വെർട്ടെക്സ്, അതായത് എ നമ്മൾ മാർക്ക് ചെയ്യുക ഒന്നെങ്കിൽ ഇവിടെയാണ്, ഇത് കട്ട് ചെയ്യുന്നിടത്ത്, അല്ലെങ്കിൽ ഇവിടെയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഹൈപ്പർബോളയിൽ ഒരു പോയിന്റ് ആക്കിയിട്ട് 1.660 -1.660 കൺസിഡർ ചെയ്യുക. ഫോക്കസും എടുത്തിട്ട് വരയ്ക്കാം. അല്ലെങ്കിൽ ഫോക്കസ് ±30 ഈ സെമി ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ ലെങ്ത് 1.66 എന്ന് പറഞ്ഞ ടൂൾ എടുത്തിട്ടും വരയ്ക്കാം. എങ്ങനെയായാലും പ്രശ്നമല്ല, കാര്യം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഐഡിയ ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതായി ഇതിൽ നോക്ക്. അടുത്തത് ഇത് ഈ ചോദ്യം ഇതെങ്ങനെയാണ് ചെയ്യാം. ഇതിലും നമുക്ക് കിട്ടുന്നത് എ സ്ക്വയർ 16 ആണെങ്കിൽ എ = 4 ആയിരിക്കും. അപ്പോൾ ഇതാ നോക്ക്, എ സ്ക്വയർ 16 ആണെങ്കിൽ എ സ്ക്വയർ ഇതാ ഇവിടെ കറക്റ്റ് സംഭവം നോക്കണം കേട്ടോ. എ സ്ക്വയർ 16 ആണെങ്കിൽ എ = 4 ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക. അപ്പോൾ എ 4 ആണെങ്കിൽ ആദ്യം വരുന്നതാണ് ആക്ച്വലി എന്ത്, എ സ്ക്വയർ. ആൻഡ് ബി സ്ക്വയർ അവിടെ 25 ആണെങ്കിൽ, ആ കാര്യം കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇക്വേഷനിൽ ബി സ്ക്വയർ 25 ആണെങ്കിൽ ആൻഡ് വാട്ട് ഈസ് വാല്യൂ ഓഫ് ബി, ബിയുടെ വാല്യൂ എന്തായിരിക്കും? ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ സി സ്ക്വയർ എങ്ങനെ കണ്ടെത്തുക? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 16 + 25, അതായത് 41 ആയിരിക്കും. സി സ്ക്വയർ വരിക 41. അപ്പോൾ സി വരിക ആക്ച്വലി √41 ആണ്. വെറും √41 അല്ല, ±√41 ആണ് ആക്ച്വലി എന്ത് വരിക, സി വരിക. അപ്പോൾ നിങ്ങൾ ഫോക്കസ് എടുക്കുമ്പോൾ √41,0 അതൊക്കെ എങ്ങനെയാണ് √41 ഒക്കെ എടുക്കുക? ഒന്നെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ പോയി ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഇപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാമാണെങ്കിൽ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഹൈപ്പർബോള എടുക്കുക. ഹൈപ്പർബോള എടുക്കുന്ന സമയത്ത് ഫോക്കസ് ഇതിലേതെടുത്താലും പ്രശ്നമല്ല കേട്ടോ, സെമി ഇതെടുക്കാം. അപ്പോൾ ± അവിടെ എന്ത് ടൈപ്പ് ചെയ്യാന്നറിയോ? SQRT √41 അല്ലേ, 41, 41ൻ്റെ സ്ക്വയർ എന്നിട്ട് 0 എന്ന് പറഞ്ഞ് കൊടുക്കുക. 0 കേട്ടോ. എൻ്റെ അതേപോലെ തന്നെ -SQRT 41 എന്ന് പറഞ്ഞ് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത്തും കൊടുത്താൽ മതി. അങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക. വേണമെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാം. അടുത്ത ഫോക്കസ് വരിക -SQRT അവിടെ വരുന്നത് 41 അല്ലേ, 0 റെഡി. സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത്ത് അത് നോക്കണമല്ലോ. ഫോക്കസ് എക്സ് ആക്സിസ് തന്നെയാണ് ആദ്യം വന്നത്, എക്സ് സ്ക്വയർ ആണ്. സെമി മേജർ ആക്സിസ് എ സ്ക്വയർ 16 ആയതുകൊണ്ട് എ 4 അല്ലേ, നമുക്ക് എ വേണ്ടത് കേട്ടോ, എ ആണ് വേണ്ടത്. അപ്പോൾ എ 4 ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പോയിട്ട് ഇവിടെ സെമി മേജർ ആക്സിസ് ലെങ്ത്തിന് പകരം 4 കൊടുക്കാം. അപ്പോൾ നോക്ക്, ഹൈപ്പർബോള കിട്ടി. ഇത്രയേ ഉള്ളൂ. ഈ ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ മതി, സിമ്പിളാണ്. ഇത് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. റെഡി, ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ ഇവിടെ കാണാം കേട്ടോ, ഇവിടെ
മൈനസ് ഉണ്ട്. അപ്പോൾ -6400 കൊണ്ട് മൊത്തം എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് തന്നെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ. റെഡി? കാര്യം ഐഡിയ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇനി ഇവിടെ അതേപോലെ തന്നെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇനി കൂടുതലായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. ഹൈപ്പർബോളയുടെ കേസിൽ നിങ്ങൾ പാസ് ചെയ്യുന്ന പോയിന്റ് എടുക്കുന്ന സമയത്ത് അത് എ തന്നെ ആയിട്ട് എടുക്കണം. ബി 0യും 0b അല്ലെങ്കിൽ 0bയും 0-bയോ അല്ലെങ്കിൽ B0 ഓർ -B0 ഒക്കെ എടുത്താലും കോൺജുഗേറ്റ് ആക്സിസിലുള്ള നമ്മൾ അവിടെ കൊടുക്കുന്ന എൻഡ് പോയിന്റ്സ് ഒരിക്കലും എന്ത് ചെയ്യൂല, നിങ്ങളുടെ ഹൈപ്പർബോളയിലൂടെ പാസ് ചെയ്യൂല. അപ്പോൾ ആ കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആൻഡ് അടുത്തത് ഒറ്റ കാര്യം ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈ ഹൈപ്പർബോൾ ഒന്ന് വരച്ചിട്ട് ഇതിൻ്റെ ലാറ്റസ് റെക്റ്റം ജിയോമെട്രിക്കലി പ്ലോട്ട് ചെയ്യാം. അങ്ങനെ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മനസ്സിലാകുന്ന രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ A² 16 ആണെങ്കിൽ A = 4 അല്ലേ. അപ്പോൾ ഇവിടുന്ന് A = 4 എന്ന് കിട്ടും. അതേപോലെ B² 9 ആണെങ്കിൽ B = 3 എന്നും കിട്ടൂലേ. അപ്പോൾ A² + B² ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി C² കിട്ടും. അപ്പോൾ ദാ B² 9. അപ്പോൾ C² 16 9 25. അപ്പോൾ C = നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 5 ആണ്. C5 ആണെങ്കിൽ ഫോക്കസ് എങ്ങനെയായിരിക്കും വരിക? ± x² അല്ലേ ആദ്യം വന്നത്. അപ്പോൾ ഫോക്കസ് x ആക്സിൽ ഉണ്ടാവുക. അപ്പോൾ ±50. പോസിറ്റീവ് ആയിട്ടുള്ളത് x² ആണോ നോക്കുക? ആണ്. ഓക്കെ. അപ്പോൾ അതാ ഫോക്കസ് x ആക്സിൽ ഉണ്ടാവുക. റെഡി? ഇനി നോക്ക്. അപ്പോൾ ±50 കിട്ടി. A4 കിട്ടിയിട്ടില്ലേ? ഇത് വെച്ചിട്ട് നിങ്ങൾ ഹൈപ്പർബോള വരയ്ക്കുക. എന്നിട്ട് ലാറ്റസ് റെക്റ്റം ജിയോമെട്രിക്കലി പ്ലോട്ട് ചെയ്യുക. എന്താ നോക്കാം. ±50യും A4 ആണ് കേട്ടോ. അപ്പോൾ നോക്കിക്കോ. ±50 നിങ്ങളുടെ ഇതൊക്കെ ഞാൻ മായ്ക്കുന്നുണ്ട്. നമ്മൾ അടുത്തത് കൊടുക്കുന്നത് ഹൈപ്പർബോള കൊടുത്തിട്ട് ഫോക്കസ് സെമി മേജർ ആക്സിസ് ലെങ്ത് ±40 ആണ്. സോറി 50 ആൻഡ് അടുത്ത ഫോക്കസ് -5,0 സെമി മേജർ ആക്സിൻ്റെ ലെങ്ത് 4. ഓക്കെ. ഹൈപ്പർബോള കിട്ടി. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇക്വേഷൻ നോക്കുന്ന സമയത്ത് മൈനസ് കാണട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഫോക്കസ് x ആക്സിലല്ലല്ലോ വരിക, y ആക്സിലല്ലേ എന്നുള്ളത്. ഇവിടെ റൈറ്റ് സൈഡിലും മൈനസ് ഉണ്ട്. അപ്പോൾ -144 കൊണ്ട് ഓൾ ഡിവൈഡഡ് ബൈ ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ x² കോയിഫിഷ്യൻറ്റ് പോസിറ്റീവ് ആയിക്കോളും. ഓക്കെ. നേരത്തെ ചോദ്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇതിൽ ലാറ്റസ് റെക്റ്റം വരയ്ക്കണം. ലാറ്റസ് റെക്റ്റം വരയ്ക്കണമെങ്കിൽ ആദ്യം ഞാൻ ഫോക്കസ് മാർക്ക് ചെയ്യണ്ടേ. ഫോക്കസ് 50യും -50യും ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം 5,0 എന്ന് പറഞ്ഞ പോയിന്റും അതേപോലെ തന്നെ -5,0 എന്ന് പറയുന്ന പോയിന്റും ഏതെങ്കിലും ഒന്നുകൂടി ലാറ്റസ് റെക്റ്റം വരച്ചാൽ മതി കേട്ടോ. അത് രണ്ടും പ്ലോട്ട് ചെയ്തു. അപ്പോൾ A കിട്ടി. ഇനി നമ്മൾ എന്തേ ചെയ്യുക? ലാറ്റസ് റെക്റ്റം വരയ്ക്കണമെങ്കിൽ പെർപെൻഡിക്കുലർ ലൈൻ എടുക്കുക. A എന്ന് പറയുന്ന ഫോക്കസ് സെലക്ട് ചെയ്യുക. x ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ വരയ്ക്കേണ്ടത്? വരച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇന്റർസെക്റ്റിംഗ് പോയിന്റ് എടുത്തിട്ട് നിങ്ങളുടെ ഈ ലാറ്റസ് റെക്റ്റവും, അതായത് നീണ്ടു പോകുന്നുണ്ട് അത്രയൊന്നും വേണ്ട, നമുക്ക് ഹൈപ്പർബോളയും ടച്ച് ചെയ്യുന്ന പോയിന്റുകൾ മാർക്ക് ചെയ്യുക. CD ആണ്. ഇനി അടുത്തത് ആ CD-യുടെ ലെങ്ത്താണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ലൈൻ ടൂൾ പോയിട്ട് സെഗ്മെന്റ് എടുത്തിട്ട് C മുതൽ D വരെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ CD കിട്ടി. CD എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ് വരച്ചു. എന്നിട്ട് വേണമെങ്കിൽ ആ F എന്ന് പറയുന്ന അതിൽ ലൈൻ ഹൈഡ് ചെയ്യാം. അപ്പോൾ CD എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് ദാറ്റ് ഈസ് G. ഇതാ നോക്ക്. G എന്ന് പറയുന്നതാണ് നിങ്ങളുടെ CD എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ്. അപ്പോൾ അതാണ് ലാറ്റസ് റെക്റ്റം. ഫോക്കസിലൂടെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ലെങ്ത് 4.5 ജിയോമെട്രിക്കലി വരച്ചു. ആൻഡ് അതിൻ്റെ ആൻസർ നമുക്ക് എഴുതുകയും ചെയ്യാം. ഇതാണ് മോഡൽ എക്സാമിനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചോദിക്കുക. നിങ്ങളോട് ഇതിൻ്റെ ലാറ്റസ് റെക്റ്റം കാണാനൊക്കെ പറയും. എലിപ്സിൻ്റെ ചോദിച്ചിട്ടുണ്ട്, അതേപോലെ ഹൈപ്പർബോളയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് എഴുതാൻ പറ്റണം. റെഡി? അപ്പോൾ ഈ ചോദ്യമൊക്കെ വെറുതെ ഒന്ന് നോക്കിക്കോ. ഇവിടെ ഫോക്കസും അതേപോലെ എയും കൊടുത്തിട്ടാണ് വരയ്ക്കേണ്ടത്. ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ ലെങ്ത് ആണ് 2a. അപ്പോൾ നോക്ക്, ഇവിടെ A² 4 അപ്പോൾ A2 അപ്പോൾ A കിട്ടി. ആൻഡ് ഇവിടുന്ന് C കിട്ടണമെങ്കിൽ A² + B² ചെയ്താൽ C² കിട്ടും. അപ്പോൾ C ഇവിടുന്ന് നിങ്ങൾക്ക് 4 + 5 9, C² 9 എന്നും C3 എന്നും കിട്ടും. അപ്പോൾ ഫോക്കസ് 30യും -30യും ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഹൈപ്പർബോള ആൻഡ് എലിപ്സ് വളരെ സിമ്പിളാണ്. മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. റെഡി? അപ്പോൾ കാണാം. ബൈ.